ലഹരി ഉപയോഗിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ല, ഒരു മതത്തിൻ്റെയും വ്യത്യാസമില്ല. ജെൻഡർ ഡിഫറൻസ് ഇല്ലാത്ത ഒരേ ഒരു പ്രദേശം ഇപ്പം ഇതാണ്. യഥാർത്ഥത്തിൽ പാലങ്ങളും റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇപ്പം ഞാൻ എന്ന വ്യക്തി ഇല്ലെങ്കിലും മറ്റ് MP ആയിട്ടും MLA ആയിട്ട് വരുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചാരിതാർത്ഥ്യം ലഭിക്കുന്നത് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ്. ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എറണാകുളത്തുകാരൻ ആയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കയ്യടിയോടുകൂടി ശ്രീ അജു വർഗീസ് ഈ പദ്ധതികൾക്കെല്ലാം നമ്മൾക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്ന ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ഒരു ജനപ്രതിനിധിയായ കാലഘട്ടം മുതൽ ആഗ്രഹിച്ച ഒരു പ്രോജക്റ്റാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം. ലഹരിക്കെതിരെയുള്ള ഈ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ലീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം മാറി മാറി വരുന്ന ആളുകൾ എല്ലാവരും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ എല്ലാവരും ലഹരിക്കെതിരെ ഗോൾ അടിച്ചു. 1 കോടി ഗോളുകളാണ് കേരളത്തിൽ മുഴുവൻ അടിച്ചത്. പക്ഷെ ഗോൾ അടിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റായി എങ്ങനെ നിലനിർത്താം എന്ന ആശയമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളായി ഒരുപാട് പ്രോഗ്രാംസുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ്റെ വേണ്ട പ്രൊജക്റ്റ് വളരെ ശാസ്ത്രീയമായി ശ്രീമതി ഡയാനയും ശ്രീ ജോസഫും അവരുടെ എൻറ്റയർ ടീം കൊച്ചിയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിലെ 6 ജില്ലകൾ, അതിൽ എറണാകുളം അടക്കം ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആയിട്ട്, റെഡ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ലഹരിയുടെ ഉപയോഗം ഏറ്റവും കൂടി വരുന്ന ഒരു സാഹചര്യം. എനിക്ക് ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റാഷി ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പരിപാടി തൃക്കാക്കര നഗരസഭ ഏറ്റെടുത്ത് നടത്താമെന്ന് പറയുകയും നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും ഐക്യകണ്ഠേന അതിന് പിന്തുണ അർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലഹരി ഉപയോഗിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ല, ഒരു മതത്തിൻ്റെയും വ്യത്യാസമില്ല. ഞാൻ അജുവിനോട് പറയായിരുന്നു, ജെൻഡർ ഡിഫറൻസസ് ഇല്ല. ജെൻഡർ ഡിഫറൻസ് ഇല്ലാത്ത ഒരേ ഒരു പ്രദേശം ഇപ്പം ഇതാണ്. ലിംഗ വേർതിരിവില്ലാതെ, ജാതിമത ചിന്തകളില്ലാതെ, രാഷ്ട്രീയമില്ലാതെ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരം വലിയ വികസന കുതിപ്പിലേക്ക് കിടക്കുകയാണ്. കാക്കനാടേക്ക് മെട്രോ വരികയാണ്, ഇൻഫോ പാർക്കിലേക്ക് മെട്രോ വരികയാണ്, ഭാവിയിലേക്കത് തൃപ്പൂണിത്തുറയും കാക്കനാടുമായിട്ട് കണക്ട് ചെയ്യുകയാണ്, വാട്ടർ മെട്രോ വരികയാണ്. പക്ഷേ ഈ പദ്ധതികളെല്ലാം ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുമ്പോൾ വളർന്നു വരുന്ന ഒരു വലിയ സാമൂഹ്യ വിപത്താണ് മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം. ആ മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമോ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതൊരു വലിയ ശൃംഖലയായി വ്യാപിച്ചിരിക്കുകയാണ്. ആ ശൃംഖലയിലെ കണ്ണികളെ അറുത്തു മാറ്റണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാരിയേഴ്സായി, ഉപയോഗിക്കാത്ത ആളുകൾ പണത്തിന് വേണ്ടി കാരിയേഴ്സായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളെയും ട്രാപ്പിൽപ്പെടുത്തി ഇതിൻ്റെ കണ്ണികളാക്കുന്നുണ്ട്. ഉപയോഗിച്ച് ജീവിതത്തിൽ നിന്ന് ഇനി പിന്മാറാൻ സാധിക്കാത്ത വണ്ണം അഡിക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മമാരും രാവിലെ തൻ്റെ കുട്ടികളെ തേടി പോലീസും എക്സൈസും വീട്ടിലെത്തുമ്പോഴാണ് പല ആളുകളും ഇവരിതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നത്. അതിനപ്പുറമായി നമ്മുടെ മസ്തിഷ്കത്തെ തകർക്കുന്ന ഒരു വലിയ എന്താ പറയുക, നമ്മളുടെ ചിന്തിക്കാനുള്ള ശേഷിയെ തകർക്കുന്ന ഒരു അമ്മ എന്നോട് ഒരു തീരദേശ പ്രദേശത്തു നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞത്, എൻ്റെ മകൻ നന്നായി ജോലിക്ക് പോകുന്ന ആളാണ്, കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന
നല്ലൊരു തൊഴിലാളിയാണ്. എല്ലാ ദിവസവും 1200 രൂപ അവന് കിട്ടും. പക്ഷെ വീട്ടിൽ വന്നാൽ വീട് മുഴുവൻ അടിച്ചു പൊളിക്കും. പിന്നെ ഒരു ചെറിയ സഹോദരിയും അമ്മയും മാത്രമാണ് വീട്ടിൽ. രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ താമസിക്കാൻ ഭയമാണ്. കാരണം അതുപോലെ അമ്മയാരാണെന്നോ സഹോദരിയാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ ലഹരി അവനെ കീഴടക്കിയിരിക്കുക. ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ബൈസ്റ്റാൻഡർ നിൽക്കാനില്ലാതെ ഒരു സ്ഥലത്തും അവർ സ്വീകരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ പെൺകുട്ടി മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അമ്മയ്ക്ക് പോയി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് വേണ്ട എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്നത് നമ്മുടെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും അവിടെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് ആ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും 5 കിലോമീറ്റർ പരിസരം മാപ്പ് ചെയ്ത് അതിൽ വൾണറബിളായിട്ടുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക, അവരെ റീഹാബ് സെൻ്ററിലേക്ക് കൊണ്ടുവരിക, അവരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും, ഫുട്ബോളിലൂടെ അവരുടെ യൂത്ത് എനർജി ചാനലൈസ് ചെയ്യാൻ കഴിയുന്നത്, അങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ 8 മാസമായി നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഈ 24 പഞ്ചായത്തുകളിലും 6 മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കൃത്യമായ ശാസ്ത്രീയമായ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. മറ്റൊരു ജില്ലയ്ക്കും മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിക്കും അത് അവകാശപ്പെടാൻ സാധിക്കില്ല. അത് ഒരു വലിയ ഡോക്യുമെൻ്റാണ്. എങ്ങനെ നമ്മൾക്ക് ഇത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾക്ക് ഇവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വലിയ യജ്ഞത്തിനാണ് നമ്മൾ 6-8 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത്. ഇത് സാധ്യമായത് കുറേ നാൾ ഈ പദ്ധതി ഞാൻ പല ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും അതിനൊരു സാമ്പത്തിക പിന്തുണ കൃത്യമായി കിട്ടിയിരുന്നില്ല. കാരണം ഇത് തുടങ്ങിയാൽ 1 വർഷം കൊണ്ട് തീരേണ്ട ഒന്നല്ല. ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എ പ്രോജക്റ്റ് ഫോർ 5 ഇയേഴ്സ്. ആ പദ്ധതി കണ്ടിന്യൂസ് ആയി കൊണ്ടുപോയാൽ മാത്രമേ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും, ഓരോ പ്രായം കഴിയും തോറും പുതിയ കുട്ടികൾ ക്ലാസ്സുകളിലേക്ക് കടന്നു വരികയാണ്. അപ്പം അങ്ങനെയുള്ള സാമ്പത്തികമായ പിന്തുണ, സാമൂഹ്യമായ പിന്തുണ, വലിയ മനസ്സുകൊണ്ട് നമ്മളെ പിന്തുണച്ച ഒരു ഓർഗനൈസേഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ടോം ജോസഫിൻ്റെ ഡയറക്ടർ ഓഫ് ന്യൂ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജെയിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും ചെറിയ ആളുകളല്ല, വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ നമ്മൾക്ക് നാളെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാലങ്ങളും റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇപ്പം ഞാൻ എന്ന വ്യക്തി ഇല്ലെങ്കിലും മറ്റ് MP ആയിട്ടും MLA ആയിട്ട് വരുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചാരിതാർത്ഥ്യം ലഭിക്കുന്നത് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ്. അപ്പോൾ അതുമായി സഹകരിച്ച തൃക്കാക്കര നഗരസഭയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയും പ്രോജക്റ്റ് വേണ്ടയുടെയും ഭാരവാഹികളുണ്ട്, അവർക്കുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അജു, ഞാൻ നേരത്തെ പറഞ്ഞു, അജു എന്നോട് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചു. അജു അഭിനയിച്ച ചില ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ്, അജു തന്നെ അത് പറയും. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞു, ലഹരി എന്ന് പറയുന്നത് മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വ്യാപനം, അത് ഏത് വിധേനയും തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ്. അജുവിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വരുന്നത് അവരെല്ലാം സ്ക്രീനിലൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് സർവവുമായ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. വളരെ മനോഹരമായി നിവിൻ പോളി എന്ന മലയാളികൾ മാത്രമല്ല, പ്രേമം കണ്ടത് ഭാഷാ വ്യത്യാസമില്ലാതെയാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് MP മാർ കണ്ടിട്ടുണ്ട്. അവരെല്ലാം വലിയ ഫാൻസാണ് നിവിൻ്റെയും അജുവിൻ്റെയും എല്ലാം. അപ്പോൾ ആ തിരിച്ചുവരവ്, ആ ടീമിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ്. അതിനെല്ലാവിധ അഭിവാദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി
ഞങ്ങളുടെ ഈ പദ്ധതിയിലേക്ക് വന്ന് സഹകരിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ശ്രീ അജു വർഗീസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്.